ഹലോ ഗായ്സ്, നമുക്ക് ഇന്നൊരു മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. ബാ, ഒരു പിടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം മിക്സ് ചെയ്ത് ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മീൻ മസാല തേച്ചെടുക്കാം. എന്നിട്ട് അത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ബിരിയാണിക്ക് മേലിടാനായിട്ടുള്ള സവാള മൊരിയിച്ചെടുക്കാം. മുരിഞ്ഞ സവാള മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു പിടി ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ മിക്സിങ് ജാറിലിട്ട് ചായച്ചിട്ടുണ്ട്. അതും ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ വാടി വരട്ടെ. അത് നന്നായി വാടി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിലിടുന്ന സീനൊക്കെ സ്കിപ്പായി പോയതാണ് കേട്ടോ. തക്കാളി എല്ലാം കൂടിയിട്ട് നന്നായി വാടി വന്നതിന് ശേഷം ഈ കാണുന്ന പൊടികളും എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി എല്ലാം മിക്സായി നല്ല സ്മെല്ലായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, മാറ്റി വയ്ക്കാം. അതിന് ശേഷം അതിലേക്ക് തൈര് 2 സ്പൂൺ ഒഴിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത മീനും മസാലക്കകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് ഞാൻ കുക്കറിലാണ് റൈസ് വേവിക്കുന്നത്. കുക്കർ അടുപ്പത്തേക്ക് വെച്ച് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മസാല എല്ലാം ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ജീരകം അങ്ങനെയെല്ലാം ചേർത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ കഷ്ണം ക്യാരറ്റും ബീൻസും ഇട്ടിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ഇടാം. റൈസ് ഇട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈസ് ബിരിയാണി ദമ്മിടാൻ പോണീന്. അപ്പോൾ ആദ്യം കുറച്ചുകൂടെ വലിയൊരു പാത്രം എടുത്ത് വെച്ചും അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. മസാലേൻ്റെ മുകളിലോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് എല്ലാ ഭാഗത്തും നന്നായി സ്പ്രെഡ് ആവട്ടെ. അതിന് ഒരു ലെയർ ചോറിട്ടിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് നേരത്തെ പൊരിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കാം. 2 ലെയറും ചോറിട്ട് സവാള ഇട്ട് നമുക്ക് അടച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടുപ്പത്ത് വയ്ക്കാം. ബിരിയാണി റെഡി.